സംസ്ഥാന ബജറ്റിൽ നികുതി വർധനയ്ക്ക് സാധ്യതയില്ലെന്ന സൂചന നൽകി ധനമന്ത്രി. കാലോചിതമായ പരിഷ്കാരം മാത്രമേ ഉണ്ടാകൂ. ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകില്ല. പരിമിതിക്കുള്ളിൽ നിന്ന് ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുമെന്നും കെ.എൻ. ബാലഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അസാമാന്യമായി മോഹിപ്പിക്കുന്നത് നടക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. ഞങ്ങൾ സാധാരണ അങ്ങനെ പറയാറില്ല. എന്നാൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും സാധാരണ ചെയ്യാൻ പറ്റുന്നതല്ല. സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. നികുതി കാലോചിതമായി ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ വലിയ മേജർ നികുതികളൊന്നും നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. മേജർ നികുതി ഉണ്ടാകുന്ന മേഖല ടാക്സ്, സെൽ ടാക്സ്, പഴയ സെൽ ടാക്സ്, GST, പിന്നെ സെൻട്രൽ ഗവൺമെന്റിലുള്ളതാണ് ബാക്കിയൊക്കെ. നമ്മുടെ ആകെ പെട്രോള് ഇതൊക്കെ ഉള്ളൂ. വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികളുടെ കാര്യമാണ് ഏറ്റവും ഈ മേഖലയിൽ. അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ അഡ്വാൻസ് ചെയ്യാനും ഇടത്തരക്കാരെയും സാധാരണക്കാരെയും ഒക്കെ സഹായിക്കുകയും ചെയ്യുന്ന പദ്ധതികൾ ഉണ്ടാവും. നമ്മുടെ പരിമിതിക്കകത്തുനിന്നുകൊണ്ടാണ് അത് ഞാൻ പറയാം. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഞെട്ടിക്കില്ല, പക്ഷേ പ്രയോജനമുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്ന സൂചന കൂടി തരുന്നുണ്ടല്ലേ ധനമന്ത്രി? സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപേയുള്ള അവസാനത്തെ ഈ സമ്പൂർണ്ണ ബജറ്റാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അടുത്ത ബജറ്റ് അത് വോട്ട് ഓൺ അക്കൗണ്ടായി മാറാനാണ് സാധ്യത. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനപ്രിയമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിൻ്റെ അവഗണന ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ, ധനമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാകും. നികുതി പക്ഷേ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ചില നികുതികൾ അത് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിന്. സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശികയുണ്ട് കൊടുത്തു തീർക്കാൻ. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയും ക്ഷാമബത്ത അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ, വലിയ ബാധ്യത സർക്കാരിന് മുന്നിലുണ്ട്. എന്നാൽ പോലും ഈ വികസന മേഖലയിലേക്ക് ഒരു വലിയ തുക മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് തയ്യാറാക്കുകയാണ് ധനമന്ത്രി. അങ്ങനെയുള്ള സൂചനയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വാക്കുകളിൽ. 7-ാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.